തിരുവനന്തപുരത്തെ IB ഉദ്യോഗസ്ഥ ആത്മഹത്യ ചെയ്ത കേസിൽ പ്രതി സുഗാന്ത് സുരേഷിനെതിരെ കൂടുതൽ തെളിവുകൾ പുറത്ത്. IB ഉദ്യോഗസ്ഥയെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട സുഗാന്ത് സുരേഷിന്റെ നിർണായക വാട്സാപ്പ് സന്ദേശം ന്യൂസ് 18 ലഭിച്ചു. ജീവനൊടുക്കുന്ന ദിവസങ്ങൾക്ക് മുൻപ് യുവതിയുടെ അമ്മയുടെ ഫോണിലേക്ക് സുഗാന്ത് അയച്ച സന്ദേശമാണ് പോലീസ് വീണ്ടെടുത്തത്. വിവാഹത്തിൽ നിന്ന് പിന്മാറിയതിന് പിന്നിൽ IB ഉദ്യോഗസ്ഥയുടെ കുടുംബത്തിന്റെ സമ്മർദ്ദം ഉണ്ടായിരുന്നുവെന്ന സുഗാന്തിന്റെ ആരോപണങ്ങളുടെ മുനയൊടിക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഏതായാലും ഇത് 2 മാസം ഈ സംഭവം നടന്ന്, അതായത് യുവതി ആത്മഹത്യ ചെയ്ത് 2 മാസങ്ങൾക്ക് ശേഷമാണ് IB ഉദ്യോഗസ്ഥനായിരുന്ന ഈ യുവതിയുടെ സഹപ്രവർത്തകനായിരുന്ന സുഗാന്ത് സുരേഷ് കഴിഞ്ഞ ദിവസം കൊച്ചി DCP ഓഫീസിലെത്തി ഹാജരാകുന്നത്. അതായത് മുൻകൂർ ജാമ്യാപേക്ഷ, ഈ പ്രതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരുന്നു. ഇതിന് തൊട്ട് പിന്നാലെ തന്നെ കൊച്ചിയിൽ DCP ഓഫീസിലെത്തി സുഗാന്ത് സുരേഷ് പോലീസിന് മുൻപാകെ ഹാജരാകുകയായിരുന്നു. അതിനുശേഷം തിരുവനന്തപുരം പോലീസിന് കൊച്ചി പോലീസ് പ്രതിയെ കൈമാറി. ഈ കേസുമായി ബന്ധപ്പെട്ട് പരമാവധി തെളിവുകൾ പ്രതിക്കെതിരെ, സുഗാന്തിനെതിരെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അതിലേറ്റവും സുപ്രധാനമായത് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ടെലിഗ്രാമിലെ ഒരു ചാറ്റായിരുന്നു. ആ ടെലിഗ്രാം അതിൽ വളരെ വ്യക്തമായി തന്നെ സുഗാന്ത് സുരേഷ് ഈ യുവതിയോട്, നീ എന്നാണ് ആത്മഹത്യ ചെയ്യുന്നത്, അതിൻ്റെ തീയതി പറയണം, എനിക്ക് അതിനുശേഷം വേണം മറ്റൊരു യുവതിയെ വിവാഹം കഴിക്കണം എന്ന രീതിയിലുള്ള സംഭാഷണങ്ങളായിരുന്നു ആ ടെലിഗ്രാം ചാറ്റിലുണ്ടായിരുന്നത്. ഡാൻ കുര്യൻ ചേരുന്ന വിവരങ്ങളുമായി. ഡാൻ, ഈ ഓരോ ദിവസവും ഈ കേസിന് പിന്നാലെ ഈ സുഗാന്ത് സുരേഷിനെതിരെ പല വിവരങ്ങളും തെളിവുകളും പുറത്തു വന്നതാണ്. ഏറ്റവും ഒടുവിൽ നിർണായകമായിട്ടുള്ള ഈ സുഗാന്ത് സുരേഷിന് ഈ ആത്മഹത്യയിൽ പങ്കുണ്ട് എന്ന് തെളിയിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തപ്പെടാവുന്ന രീതിയിൽ ഏറ്റവും ഗുരുതരമായിട്ടുള്ള പല തെളിവുകളും പുറത്തു വരുന്നു. അതിൽ ഏറ്റവും ഒടുവിൽ ന്യൂസ് 18 പുറത്തുവിട്ട ഈ വാട്സാപ്പ് സന്ദേശത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? ടോം, ഈ മുൻകൂർ ജാമ്യാപേക്ഷ നൽകുന്നതിന് വേണ്ടി ഹൈക്കോടതിയെ സമീപിച്ച സുഗാന്ത് സുരേഷ് പ്രധാനമായി ആ മുൻകൂർ ജാമ്യാപേക്ഷയിൽ എടുത്തു പറഞ്ഞിരുന്ന കാര്യം, ഈ മാതാപിതാക്കളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറേണ്ട സാഹചര്യം ഉണ്ടായത്. അതായത് യുവതിയുടെ മാതാപിതാക്കളുടെ സമ്മർദ്ദം കാരണമാണ് വിവാഹം എന്ന ഒരു ലക്ഷ്യത്തിൽ നിന്ന് തങ്ങൾക്ക് പിന്മാറേണ്ടി വരുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാകുന്നത്. അതിന് കാരണക്കാരൻ താനല്ല, യുവതിയുടെ മാതാപിതാക്കൾ തന്നെയാണ്. അതുകൊണ്ട് തനിക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നതിൽ അടിസ്ഥാനമില്ല എന്നായിരുന്നു സുഗാന്തിൻ്റെ നിലപാട്. പക്ഷേ അത് അത്തരത്തിൽ സുഗാന്ത് മുമ്പോട്ട് വെച്ച ആരോപണങ്ങളെ മുനയൊടിക്കുന്ന ഒരു കൃത്യമായ തെളിവാണ് പോലീസ് വീണ്ടെടുത്തിരിക്കുന്നത്. ഇത് ഈ മാർച്ച് 24-ാം തീയതി രാവിലെയാണ് ചാക്കയ്ക്ക് സമീപം റെയിൽവേ ട്രാക്കിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ ഈ യുവതിയെ കണ്ടെത്തുന്നത്. അതിന് ദിവസങ്ങൾക്ക് മുമ്പ് യുവതിയുടെ മാതാവിൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് സുഗാന്ത് അയച്ച ഒരു സന്ദേശമാണ് ന്യൂസ് 18 പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ കൃത്യമായി പറയുന്നത്, പലതവണ ഈ വിവാഹ അല്ലെങ്കിൽ ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ പലതവണ താൻ യുവതിയോട് ആവശ്യപ്പെട്ടു. പക്ഷേ അവർ അതിന് തയ്യാറാകുന്നില്ല. അച്ഛനും അമ്മയ്ക്കും അങ്ങനെ ഒരു പ്രതീക്ഷ നൽകി ഇനി മുമ്പോട്ട് കൊണ്ടുപോകുന്നതിൽ അർത്ഥവുമില്ല. അത് നിങ്ങളെ അനിശ്ചിതത്വത്തിലാക്കുന്നതിൽ തനിക്ക് താല്പര്യവുമില്ല എന്ന് സുഗാന്ത് പറയുന്നു. അതോടൊപ്പം ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ ഈ യുവതിയെ പറഞ്ഞ് മനസ്സിലാക്കണം. തനിക്ക് ഇപ്പോൾ വിവാഹത്തെക്കുറിച്ച് ആലോചിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല ഉള്ളത്, വിവാഹം കഴിക്കാൻ പറ്റുന്ന ഒരു പശ്ചാത്തലത്തിലല്ല താനിപ്പോൾ നിൽക്കുന്നത് എന്നും ഈ സന്ദേശത്തിൽ പറയുന്നു. ഒടുവിൽ ഈ സന്ദേശം അവസാനിക്കുന്നത്, ഈ യുവതിയെ ഏതെങ്കിലും വിധേനയുള്ള കൗൺസിലിങ്ങോ മെൻ്റൽ തെറാപ്പിയോ നൽകാൻ പ്രോത്സാഹിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ വാട്സാപ്പ് സന്ദേശം അവസാനിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ കേസിൽ ഏറ്റവും നിർണായകമായി മാറിയേക്കാവുന്ന, അല്ലെങ്കിൽ ഈ യുവതിയെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട ഒരു സന്ദേശം ഈ വാട്സാപ്പ് സന്ദേശമാണ് എന്നൊരു വിലയിരുത്തലിലേക്ക് പോലീസ് എത്തുകയും ചെയ്തത്. എന്തായാലും ഇനി വ്യക്തത കൈവരാനുള്ളത്, ഈ സംഭവമുണ്ടായ മാർച്ച് 24-ാം തീയതി രാവിലെ സുഗാന്ത് സുരേഷ് ഈ യുവതിയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. അങ്ങനെ ഫോണിൽ സംസാരിച്ചുകൊണ്ടാണ് റെയിൽവേ ട്രാക്കിലേക്ക് യുവതി നടന്നു പോകുന്നത്.
ആ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് യുവാവ് ഈ സുഗാന്ത് വീണ്ടും പ്രകോപനപരമായ ഏതെങ്കിലും തരത്തിലുള്ള സന്ദേശം ഫോണിലൂടെ കൈമാറിയിരുന്നോ, അല്ലെങ്കിൽ സംഭാഷണത്തിനിടയിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പരാമർശം ഉണ്ടായിട്ടുണ്ടോ എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ചോദ്യം ചെയ്യലാണ് പുരോഗമിക്കുന്നത്. പോലീസിന്റെ പ്രധാനപ്പെട്ട ഒരു സംശയം, ഈ യുവതി താമസിച്ചിരുന്ന കെട്ടിടത്തിന്റെ ഉടമയെ ഫോണിൽ ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു നീക്കത്തിലേക്ക് യുവതി പോവുകയാണ് എന്ന് സുഗാന്ത് പറഞ്ഞത് ഒരു മുൻകൂർ ജാമ്യം എടുക്കലാണോ, അതായത് തനിക്ക് ഇതിൽ പങ്കില്ല എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി നടത്തിയ നീക്കത്തിന്റെ ഭാഗമായിട്ടാണോ അങ്ങനെ ഒരു ഫോണിൽ വിളിക്കാൻ സാഹചര്യം ഉണ്ടായത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് വിശദമായി അന്വേഷിക്കുന്നുണ്ട്. അതോടൊപ്പമാണ് ഈ സംഭവത്തിലേക്ക് നയിച്ച, അതായത് ഈ സുഗാന്ത് സുരേഷിന് ഈ യുവതിക്ക് പുറമെ IB-യിലെ തന്നെ മറ്റ് 2 ഉദ്യോഗസ്ഥരുമായി കൂടി ബന്ധമുണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ പോലീസിന് ലഭിച്ചത്. പക്ഷേ അവരെ കുഴയ്ക്കുന്ന ഒരു കാര്യം, സുഗാന്തിനെതിരെ ഒരു പരാതി രേഖാമൂലമോ അല്ലാതെയോ തീർച്ചയായും ഡാൻ, അതായത് ഈ യുവതി ആത്മഹത്യ ചെയ്യാനുള്ള കാരണം ഇയാളുടെ പ്രണയച്ചതിയാണ് എന്ന് തന്നെ ബോധ്യമാണ്. കാരണം ഗർഭചിത്രം, ഈ സംഭവം, ഈ യുവതി ആത്മഹത്യ ചെയ്തതിന് മാസങ്ങൾക്ക് മുൻപ് ഗർഭചിത്രം നടത്തിയിരുന്നു. അതും ഇയാളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ്. പിന്നീട് വിവാഹം കഴിക്കാമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ താൻ ചതിക്കപ്പെട്ടുവെന്ന് മനസ്സിലായപ്പോൾ യുവതി ആത്മഹത്യ ചെയ്തുവെന്ന് തന്നെയല്ലേ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല ഇയാളെ ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്തതിൽ നിന്നും എന്തൊക്കെ കാര്യങ്ങളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് വ്യക്തമായത്? ഇയാളൊരു സ്വഭാവ ദൂഷ്യമുള്ള, ഇത്ര സ്വഭാവ വൈകല്യമുള്ള ഒരു വ്യക്തിയാണെന്നാണോ പോലീസിന്റെ ഇതുവരെയുള്ള അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്? ഡാൻ, ഈ സ്വഭാവ വൈകല്യം എന്നതിനപ്പുറത്തേക്ക് ഒരു ടിപ്പിക്കൽ ക്യാരക്ടറായിരുന്നു സുഗാന്തിന്. മാത്രവുമല്ല സമർത്ഥനായ ഒരു ഉദ്യോഗസ്ഥൻ, ഒരു സിവിൽ സർവീസ് ഉദ്യോഗാർത്ഥി. കാരണം 2 തവണ പ്രിലിമിനറി പരീക്ഷ പാസ്സാകുന്നു, മെയിൻ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നു. അത്തരത്തിൽ അക്കാഡമിക് ലെവലിൽ മികച്ച ഒരു പ്രാവീണ്യം കാഴ്ചവെച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് സുഗാന്ത്. അങ്ങനെ ഒരു വ്യക്തി ഒരു ടൈം പാസിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ 2-3 പേരുടെ ജീവിതം തകർക്കുന്ന തരത്തിൽ, അവരുടെ ജീവിതം അവസാനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് അവരെ തള്ളിവിട്ടത് എന്ന ഒരു കണ്ടെത്തലിലേക്കാണ് പോലീസ് എത്തുന്നത്. ആദ്യഘട്ടത്തിൽ സുഗാന്തിൻ്റെ നെടുമ്പാശ്ശേരിക്ക് അടുത്തുള്ള വീട്ടിൽ നിന്ന് ഇയാൾ താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് ഒരു ഡയറി കണ്ടെത്തിയിരുന്നു. ഈ ഡയറിയിൽ നിന്നാണ് ദൈനംദിനം നടക്കുന്ന സംഭവങ്ങൾ കൃത്യമായി അതിൽ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. അതായത് പഠിക്കാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ ഇന്നേ ദിവസം പഠിക്കാൻ കഴിഞ്ഞില്ല, ഇങ്ങനെ പോയാൽ സിവിൽ സർവീസ് കിട്ടില്ല എന്ന തരത്തിൽ വളരെ സ്പെസിഫിക്കായി ഒരു പ്ലാൻഡ് ലൈഫ് നയിക്കുന്ന ഒരു വ്യക്തിക്ക് സമാനമായ തരത്തിലായിരുന്നു സുഗാന്തിൻ്റെ ഇടപാടുകൾ. പക്ഷേ അതിനിടയിൽ കിട്ടിയ ഇടവേളകളിലാണ് ഈ ടൈം പാസിന് വേണ്ടി ഈ യുവതികളുമായി ഇങ്ങനെയൊരു സൗഹൃദം കാത്തു സൂക്ഷിച്ചിരുന്നത് എന്നാണ് പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത്. അതിൽ എടുത്തു പറയേണ്ട കാര്യം, മറ്റ് 2 യുവതികളുമായി കൂടി ഈ സുഗാന്ത് സുരേഷിന് ബന്ധമുള്ള കാര്യം കൂടൽ സ്വദേശിനിയായ ആത്മഹത്യ ചെയ്ത യുവതി മനസ്സിലാക്കുകയും അതിനെ ചോദ്യം ചെയ്യുകയും അത് ചോദ്യം ചെയ്തതിനു ശേഷവും അവരുമായിട്ടുള്ള ബന്ധം സുഗാന്ത് തുടരുകയും ചെയ്തതാണ് ഇവരെ മാനസികമായി വലിയ തരത്തിൽ ഒലിച്ചു കളഞ്ഞത്. ഈ 24 വയസ്സുകാരിയായ കൂടൽ സ്വദേശിനി ഒഴിഞ്ഞു പോയാൽ മാത്രമേ മറ്റൊരാളെ വിവാഹം കഴിക്കാൻ കഴിയുകയുള്ളൂ എന്ന കാര്യം സുഗാന്ത് തന്നെ നേരിട്ട് ഈ യുവതിയോട് പലതവണ പറയുന്ന സാഹചര്യമുണ്ടാകുന്നു. അങ്ങനെ ഒടുവിൽ ജീവനെടുക്കാൻ നിർബന്ധിതയാകുകയായിരുന്നു ഈ കൂടൽ സ്വദേശിനിയായ IB ഉദ്യോഗസ്ഥ എന്നാണ് ഇതുവരെയുള്ള അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നിലവിൽ നടക്കുന്ന അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ സുഗാന്ത് സുരേഷിനെ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിലേക്ക് കുരുക്ക് മുറുക്കുന്ന തരത്തിലാണ് എത്തി നിൽക്കുന്നത്. അതിനപ്പുറത്തേക്ക് ആ സംഭവ ദിവസം രാവിലെ ഈ ഫോൺ സംഭാഷണത്തിനിടയിൽ തീർച്ചയായും അതോടൊപ്പം ഒരു കാര്യം കൂടി അറിയേണ്ടത്, അവസാനമായി ഈ സുഗാന്ത് സുരേഷിനെ ഈ 2 മാസത്തോളം ആരാണ് സംരക്ഷിച്ചതെന്നാണ്. കാരണം ഈ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതിന് തൊട്ടു പിന്നാലെ, അതായത് 1 മണിക്കൂറിനുള്ളിൽ തന്നെ കൊച്ചി DCP ഓഫീസിലെത്തി പ്രതി ഹാജരാകുന്നു. അതായത് ഈ ചുറ്റുപാട് തന്നെ കൊച്ചിയിലും അല്ലെങ്കിൽ ഇയാളുടെ വീടിന് സമീപത്തും മറ്റു പ്രദേശങ്ങളിലൊക്കെ സുഗാന്ത് ഉണ്ടായിരിക്കണം. തുടക്കത്തിൽ ഇയാൾ രാജ്യം വിടാം അല്ലെങ്കിൽ സംസ്ഥാനം വിടാം, അതിനുള്ള സാധ്യതകളൊക്കെയായിരുന്നു പോലീസ് പരിശോധിച്ചത്. പക്ഷേ ഇയാൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നല്ലേ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അത് പോലീസിന്റെ ഭാഗത്ത് ഗുരുതരമായിട്ടുള്ള വീഴ്ച ഈ അന്വേഷണത്തിൽ ഉണ്ടായിട്ടുണ്ടോ? പോലീസ് ഉന്നതരുടെ ഭാഗത്ത് അല്ലെങ്കിൽ പോലീസിലെ ഏതെങ്കിലും ഈ അന്വേഷണ സംഘത്തിലുള്ളവരാരെങ്കിലും മറ്റും ഈ സുഗാന്തിന് സഹായങ്ങൾ ചെയ്തു കൊടുത്തുന്ന ആക്ഷേപം ഈ യുവതിയുടെ കുടുംബത്തിനുണ്ടോ? കുടുംബത്തിന് ഈ അവസാന ഘട്ടത്തിൽ, അതായത് തുടർച്ചയായി ഇയാളെ പിടികൂടാൻ കഴിയാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ ആദ്യഘട്ടത്തിൽ അന്വേഷണം ശരിയായ ദിശയിലാണ് മുമ്പോട്ട് പോകുന്നതെന്ന് പറഞ്ഞ യുവതിയുടെ കുടുംബം തന്നെ
അതിനെതിരെ വിപരീതമായി സംസാരിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ വസ്തുത മറ്റൊന്നാണ്. വൈകാരികമായ കാര്യങ്ങളൊക്കെ പ്രതികരണങ്ങളൊക്കെ വരുമ്പോഴും ഈ സംഭവത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ വലിയ തരത്തിൽ സമ്മർദ്ദം നേരിട്ടിരുന്നു. അത് വ്യക്തമാക്കുന്ന വിവരങ്ങൾ ഉന്നത ഉദ്യോഗസ്ഥർക്കടക്കം ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഈ ആരോപണ വിധേയനായിരുന്നത് IB-യിലെ ഒരു ഉദ്യോഗസ്ഥനാണ്. അതുകൊണ്ട് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട മൊഴിയെടുക്കേണ്ടതും തുടർ നടപടികളൊക്കെ IB ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടാണ് നടത്തേണ്ടത്. മാത്രവുമല്ല സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ് അവരുമായി ബന്ധപ്പെട്ട ഇത്തരത്തിൽ ഒരു CAയ്ക്കോ അല്ലെങ്കിൽ ഒരു SIക്കോ അന്വേഷണ സംഘത്തിലെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന് കൂടുതൽ തെളിവുകൾ ശേഖരിക്കുക എന്നൊക്കെ പറയുന്നത് വലിയ വെല്ലുവിളിയായി മാറുന്ന സാഹചര്യം തന്നെയാണ് ഉണ്ടാക്കിയത്. അതിനിടയിൽ അവർ മുമ്പോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാദം ഈ മാർച്ച് 24-ാം തീയതി ഈ യുവതി ജീവനെടുക്കുന്നു. അന്ന് യുവതിയുടെ സുഹൃത്തുക്കളിൽ നിന്ന് IB-യിലെ തന്നെ തിരുവനന്തപുരം യൂണിറ്റിലെ ഉദ്യോഗസ്ഥരിൽ നിന്ന് വിമാനത്താവളത്തിലെ ഉദ്യോഗസ്ഥരിൽ നിന്ന് കാര്യങ്ങളൊക്കെ ഉദ്യോഗസ്ഥർ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ എന്താണ് അങ്ങനെ ഒരു പരാതി രേഖാമൂലം പോലീസിൽ ലഭിച്ചത് അതിന് ദിവസങ്ങൾക്ക് ശേഷമാണ്. അതിനിടയിലുള്ള ഗോൾഡൻ അവറിൽ സുഗാന്ത് സുരേഷ് എന്ന സമർത്ഥനായ ഈ കുറ്റവാളി രക്ഷപ്പെടുകയായിരുന്നുവെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ സാധാരണയായി ഒരാളെ ലൊക്കേറ്റ് ചെയ്യാനായി അവരുടെ മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് സാധാരണ ഇപ്പോഴത്തെ പരിശോധനകളൊക്കെ നടക്കുന്നത്. പക്ഷേ ഈ സംഭവത്തിന് ശേഷം മലപ്പുറത്തുണ്ടായിരുന്ന എടപ്പാളിലെ സുഗാന്തിൻ്റെ മാതാപിതാക്കളോ അല്ലെങ്കിൽ സുഗാന്തോ മൊബൈൽ ഫോൺ ഓൺ ചെയ്തിട്ടേയില്ല. ഒരിക്കൽ മാത്രമാണ് അങ്ങനെ സിഗ്നൽ ലഭിച്ചത്. അത് തൃശ്ശൂരിനടുത്തുള്ള ഈ സുഗാന്തിൻ്റെ മാതാവിൻ്റെ സഹോദരൻ്റെ വീട്ടിൽ വെച്ചാണ് അങ്ങനെ അവസാനമായി ഈ ഫോണിൻ്റെ ഒരു ലൊക്കേഷൻ അന്വേഷണ സംഘത്തിൽ ലഭിക്കുന്നത്. ഉടൻ അന്വേഷണ സംഘം അവിടേക്ക് പാഞ്ഞെത്തി. പക്ഷേ മിനിറ്റുകൾക്ക് മുമ്പ് സുഗാന്ത് കുടുംബവും അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. പിന്നീട് ഇയാൾ ഈ ക്ഷേത്ര പരിസരത്ത് ഏതോ ഒരു പ്രമുഖമായ ക്ഷേത്ര പരിസരത്ത് തങ്ങുന്നു എന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ മധുരയിലും പളനിയിലുമൊക്കെ അന്വേഷണ സംഘം എത്തി. ചെന്നൈയിൽ ആഴ്ചകളോളം അവർ ചുറ്റി കറങ്ങുന്ന സാഹചര്യം. 2 സംഘങ്ങളായി തിരിഞ്ഞ് കേരളത്തിനകത്തും പുറത്തുമൊക്കെ പരിശോധനകൾ നടത്തി. അപ്പോഴും മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കും, അതിനുശേഷം ഒരു ചടുലമായ നീക്കത്തിലേക്ക് കടന്നാൽ മതി എന്നൊരു നിഗമനത്തിലേക്ക് ഒടുവിൽ അന്വേഷണ സംഘം തന്നെ എത്തുകയായിരുന്നു. അതിനവരെ പ്രേരിപ്പിച്ച കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ IB-യുമായി ബന്ധമുള്ള ഒരാളാണ് സുഗാന്ത് സുരേഷ്. പിന്നീട് മാത്രമാണ് സുഗാന്തിനെതിരെ നടപടിയെടുക്കുകയും ആ സർവീസിൽ നിന്ന് സസ്പെൻഡ് പൂർണ്ണമായി പിരിച്ചുവിടുകയൊക്കെ ചെയ്യുന്നത്. അതുവരെ IB-യിലെ ഒരു പോസ്റ്റിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരാണ്. അങ്ങനെ ഒരാൾക്കെതിരെ സാധാരണ ഉദ്യോഗസ്ഥർക്ക് എത്ര കണ്ട് അന്വേഷണം നടത്താൻ കഴിയുമെന്നതിൻ്റെ പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ തന്നെയാണ് അവർ ഈ അന്വേഷണത്തിൽ നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധിയും വെല്ലുവിളിയുമായി മാറിയത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. വ്യക്തമാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. IB ഉദ്യോഗസ്ഥ ആത്മഹത്യ ചെയ്ത കേസിൽ പ്രതി സുഗാന്തിനെതിരെ കൂടുതൽ നിർണായകമായ തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഇയാൾ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചപ്പോൾ പറഞ്ഞത് ഈ യുവതിയുടെ മാതാപിതാക്കൾ വിവാഹബന്ധത്തിൽ നിന്നും ഒഴിയാനായി നിർബന്ധിച്ചു. ഇതിൻ്റെ മനോവിഷമത്തിലാണ് യുവതി ജീവനൊടുക്കിയതെന്നാണ്. പക്ഷേ സുഗാന്ത് ബന്ധത്തിൽ നിന്നും പിന്മാറി അതിൻ്റെ തെളിവുകളാണ് പുറത്തു വന്നിരിക്കുന്നത്.